സംശയം ഉറപ്പാണ്. എനിക്ക് അഭിമന്യുവിന്റെ കൊലപാതകത്തിനകത്ത് ഒന്നുകൂടി അന്വേഷണം നടത്തുന്ന ആവശ്യക്കാരൻ ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദൻ കണ്ണൂർ ജില്ലാ പാർട്ടി കമ്മിറ്റി ഓഫീസിൽ യോഗം വിളിച്ചു. ആ യോഗത്തിൽ MV രാഘവനെ വിളിച്ചു. അവർ തന്നെ പിണറായി വിജയൻ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ചായ വന്നു. ആ ചായ എല്ലാവരും കുടിച്ചു. രാഘവൻ കുടിച്ചില്ല. പിണറായി വിജയൻ ആ സമയത്ത് ചായ ഗ്ലാസ് നേരെ രാഘവന്റെ നേർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ചായ തണുത്തു പോകും, കുടിക്കൂ എന്ന് പറഞ്ഞു. രാഘവൻ പറഞ്ഞു, ഈ ചായ എനിക്ക് വേണ്ട, ഈ ചായയിൽ നീ വിഷം കലക്കിയിട്ടില്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും എന്ന് MV രാഘവൻ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോട് ചോദിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് EN നന്ദകുമാറിന്റെ പുസ്തകത്തിൽ മാത്രമല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ചോരക്കളികൾ കേരളത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങയുടെ പുസ്തകം വായിച്ചപ്പോഴാണ് ഏകദേശം എത്രയോ കോടികളോളം ആളുകളെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കൊന്നിരിക്കുന്ന ആളുകളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളിൽ പകുതിയിലേറെ ആളുകൾ മുൻകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്ന എന്നൊരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. ലെനിനെ കൊന്നത് സ്റ്റാലിനാണ്. ലെനിന്റെ ഭാര്യ സ്റ്റാലിനോട് പറഞ്ഞു എന്നാണ്. ലെനിന്റെ ഭാര്യയോട് പറഞ്ഞു പോലും, എനിക്ക് എന്തെങ്കിലും വിഷം കലക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നാണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനായിട്ട് സംസാരിച്ചിരുന്നു. ആ കുഞ്ഞികൃഷ്ണനായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞികൃഷ്ണന്റെ ജീവൻ നിലനിൽക്കുന്നില്ലാണ് എൻ്റെ സംശയമുള്ളത്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു വിവരം. സ്റ്റാലിന് അപ്രിയമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഹംഗേറിയൻ പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ കൈയോട് ഷൂട്ട് ചെയ്യാണ്. കൃഷ്ണപിള്ളയുടെ സ്മാരകം അവിടെ ഉണ്ടാക്കിയിരുന്നു. ഈ സ്മാരകം തച്ച് തകർത്തതാരാ? BJP-കാരാണോ? അല്ലല്ലോ. RSS-കാരല്ലല്ലോ. അവിടെയുള്ള കോൺഗ്രസ്സുകാരല്ലല്ലോ. തകർത്തതാരാണ്? കമ്മ്യൂണിസ്റ്റുകാരാണ്. അവിടെ നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹത്തിന് ചായയിൽ വിഷം കലക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് കയ്യിലിപ്പി ശരിയല്ല. കൃഷ്ണപിള്ളയുടെ വർഷങ്ങളോളം പുഷ്പനെ കിടന്ന കിടപ്പിലാക്കിയതിന്റെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. ഇന്നുമുണ്ട് ആ വധയന്ത്രം. കമ്മ്യൂണിസ്റ്റിന്റെ ചോരക്കളികളെ പുറത്തു കാണിക്കുന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരൻ EN നന്ദകുമാറാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. സർ, നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകാരുടെ ചോരക്കളികൾ കേരളത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങയുടെ പുസ്തകം വായിച്ചപ്പോഴാണ് ഏകദേശം എത്രയോ കോടികളോളം ആളുകളെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? കാരണം ഈ കേരളത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറ്റപ്പെട്ട സംഘർഷങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ സംഘർഷങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ 56 രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ എല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ നിരവധി കോടിക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയുള്ള ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവ കേന്ദ്രമായിരിക്കുന്ന റഷ്യ. ആ റഷ്യയിൽ മാത്രം സോവിയറ്റ് യൂണിയനിൽ 1936, 37, 38, 39 4 വർഷക്കാലം കൊണ്ട് മരിച്ചത് 2 കോടി ജനങ്ങളാണ്. അത് സ്റ്റാലിൻ കൊന്നതാണ്. ഈ സ്റ്റാലിൻ കൊന്നിരിക്കുന്ന ആളുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ എതിരാളികളെ കൊല്ലുന്നു എന്നത് തോന്നുക. അത് കേരളത്തിലെ ചരിത്രമാണ്. ഈ കേരളത്തിലും എതിരാളികളെ അല്ലാട്ട് അവർ കൊന്നിരിക്കുന്നത്. അവർ കൊന്നിരിക്കുന്ന ആളുകളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളിൽ പകുതിയിലേറെ ആളുകൾ മുൻകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്ന എന്നൊരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെയാണ് അവർ കൊല്ലുക. അപ്പോൾ എനിക്ക് തന്നെ അടുത്തിടയ്ക്ക് അനുഭവം ഉണ്ടായി. ഞാൻ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനായിട്ട് സംസാരിച്ചിരുന്നു. ആ കുഞ്ഞികൃഷ്ണനായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞികൃഷ്ണന്റെ ജീവൻ നിലനിൽക്കുന്നില്ലാണ് എൻ്റെ സംശയമുള്ളത്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു വിവരം. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ സാധാരണ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരും ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല. അതിൻ്റെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും നമുക്ക് നല്ല അനുഭവം നേരത്തെ സോവിയറ്റ് റഷ്യ ഞാൻ പറഞ്ഞു. ആ സോവിയറ്റ് റഷ്യയിൽ ലെനിന്റെ കൂടെ വിപ്ലവം നടത്തിയിട്ടുള്ള ആളാണ് ട്രാട്സ്കി. ഈ ട്രാട്സ്കിയെ തല്ലിക്കൊല്ലുന്നത് 1937-38 സമയത്താണ്. അത് തല്ലിക്കൊല്ലിയാണ്, വിറകുമുട്ടിക്ക് അടിച്ചു കൊല്ലിയാണ് കമ്മ്യൂണിസ്റ്റുകാര്. അദ്ദേഹത്തെ സ്റ്റാലിൻ അവിടുന്ന് ഒരു പ്രദേശത്തേക്ക് നാട് കടത്തി. ആ നാട് കടത്തിയ സ്ഥലത്ത് ജനങ്ങളെ അയാളെ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ ട്രാട്സ്കിയുടെ മരണം. ആ ട്രാട്സ്കിയുടെ മരണത്തിന് നേതൃത്വം കൊടുത്തുനിന്ന യഹോഡയാണ്. ആ യഹോഡയതിനു ശേഷം അവർ കൊല്ലുന്നു. യഹോഡയ്ക്ക് ശേഷം വേറെ ആളെ കൊണ്ടിരുന്നു, അയാളെയും കൊല്ലുന്നു. അങ്ങനെ നിരവധി സ്റ്റാലിനെ വിശ്വസിച്ചുകൊണ്ട് സേനാധിപന്മാരായിരിക്കുന്ന ആളുകളടക്കം ആരാച്ചാരന്മാരായിരിക്കുന്ന ആളുകളടക്കം ഈ പറയുന്ന ആളുകൾ മുഴുവൻ സ്റ്റാലിൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാലിൻ അവർ മാത്രമല്ല കൊലപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാലിൻ സാക്ഷാൽ ലെനിന്റെ ജീവിതം അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ലെനിനെ കൊന്നത് സ്റ്റാലിനാണ്. ഞാൻ അതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ലെനിന്റെ ഭാര്യ സ്റ്റാലിനോട് പറഞ്ഞു എന്നാണ്. ലെനിന്റെ ഭാര്യയോട് പറഞ്ഞു പോലും, എനിക്ക് എന്തെങ്കിലും വിഷം കലക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഒരാൾ പറയാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെ പറഞ്ഞിട്ടാണെന്ന് പറയുന്നു. സൈനൈഡ് കലക്കി കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. ഈ സൈനൈഡ് കലങ്ങിയിട്ടാണ് ഇയാൾ മരിച്ചതെന്നാണ് പറയുന്നത്.
ലെനിൻ്റെ ബോഡി എവിടെയും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലല്ലോ, എവിടെ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ലെനിൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് അടക്കം ചെയ്ത സ്റ്റാലിൻ്റെ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്ത് അത് ക്രെംലിൻ നഗരത്തിന് പുറത്തു കൊണ്ടിട്ടത് ക്രൂഷ്ചേവാണ് 1961. മരിച്ച ബോഡി 11 വർഷം കഴിഞ്ഞതിന് ശേഷവും ഒരു കാരണവശാലും സോവിയറ്റ് റഷ്യയിലെ ആളുകൾ ആ സ്റ്റാലിന് മാപ്പ് കൊടുത്തിട്ടില്ല. കാരണം അത്രയ്ക്ക് ക്രൂരമായിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നത് നമ്മളൊക്കെ പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ധരിച്ചിരുന്ന പി കേശവദേവുണ്ട്, ഓടയിൽ നിന്നെന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള ആള്. സോവിയറ്റ് റഷ്യയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആദ്യമായിട്ട് ഈ വധയന്ത്രം എന്നുള്ള വാക്ക് അദ്ദേഹമാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം. അത് 1953 ഇറക്കുന്നത്. സോവിയറ്റ് റഷ്യയിൽ നടന്നുള്ള 4 വർഷക്കാലം കൊണ്ട് നടന്നിരിക്കുന്ന അതിക്രൂരമായിട്ടുള്ള ചെയ്തികളെ സംബന്ധിക്കുന്ന സവിസ്തരമായിട്ടുള്ള പ്രതിപാദനമാണ്. ഏകദേശം ഒരു 24 പേജ് കൊണ്ടാണ് പി കേശവദേവ് നമ്മളത് വെളിപ്പെടുത്തുന്നത്. ഈ പുസ്തകം നിർഭാഗ്യവശാൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ആ പുസ്തകത്തെക്കുറിച്ച് അറിയില്ല. ഇത്തരമൊരു പുസ്തകം വന്നു എന്നുള്ളത് ഞാൻ ഈ പുസ്തകം ആദ്യമായിട്ട് കാണുന്നത് ഷാർജയിൽ വെച്ചിട്ടാണ്. ഷാർജയിൽ ഞാനൊരു വീട്ടിൽ പോയ സമയത്ത് ആ വീടിൻ്റെ ടീപ്പോയുടെ താഴത്ത് കിടക്കുന്ന പുസ്തകം ഞാൻ എടുത്തതാണത്. എന്ന് വെച്ചാൽ പുസ്തകങ്ങളെ ഏതൊക്കെ പുസ്തകങ്ങൾ ആരൊക്കെ വായിക്കണം, വാങ്ങിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനിക്കും. സിനിമകളുടെ കാര്യത്തിലും ഇടതുപക്ഷം ആ ഒരു വാശി പിടിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം കമ്മ്യൂണിസം നിലവിലിരിക്കുന്ന സ്ഥലങ്ങളിലില്ല. ഇന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ സോവിയറ്റ് റഷ്യയിൽ കൊലപ്പെടുത്തിയത്, അത് പി കേശവദേവ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തിയ ബുദ്ധിജീവികളെയാണ്, കോളേജ് പ്രൊഫസർമാരാണ് കൊലപ്പെടുത്തിയത്. അത്യാവശ്യം ബുദ്ധിയുണ്ടെന്നുള്ള, സ്വയം ചിന്തിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന ഒരാളെ പോലും സോവിയറ്റ് റഷ്യയിൽ വെച്ച് വാഴിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് സ്റ്റാലിൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ രീതിയിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പി കേശവദേവ് പറഞ്ഞിട്ടുണ്ട്. ഞാനതുകൊണ്ട് പി കേശവദേവിൻ്റെ ആ 20-21 പേജ് വരുന്ന പുസ്തകത്തിൻ്റെ ഭാഗം എൻ്റെ പുസ്തകത്തിന് അനുബന്ധമായിട്ട് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മലയാളികൾ ചർച്ച ചെയ്യാത്തൊരു പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണ് എന്നുള്ള ധാരണയിലാണ് ഇത് ചെയ്തത്. ഏതാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവർ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ചൈനയുണ്ട്. ചൈനയെ കുറിച്ചിട്ട് മധുരമനോഹര മനോജ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുകാരനായിട്ട് ONV കുറുപ്പ് സാർ എഴുതിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ONV സാർ അവിടെ ചൈനയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്? അവിടെ പീക്കിങ്ങിലല്ലാണ്ട് എവിടെ പോയിട്ടുള്ളത്? വ്യൂഹാനിൽ പോയിട്ടുണ്ടോ? ഈ പറയുന്ന ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരുള്ളത്. ബുദ്ധമതക്കാരുടെ പ്രശ്നം ഇതെന്താ ഉള്ളത്? അഹിംസാവാദികളാണ്. ഒരാളെ പോലും കൊല്ലാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് അവര്. ഈ പറയുന്ന ബുദ്ധമതക്കാരെ കൊണ്ട് പച്ചമാംസം കഴിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഇന്ന് ചൈനയിലെ ബുദ്ധമതക്കാരൊക്കെ പച്ചമാംസം കഴിക്കുക. അതിന് കാരണം പട്ടിണിയാണ് നിരന്തരമായിട്ട്. അങ്ങനെ 1958 തുടങ്ങിയിട്ട് 61 വരെയുള്ള 3 വർഷക്കാലം കൊണ്ട് മാവോ സേതുങ് എന്ന് പറയുന്ന അതിനീചനായിട്ടുള്ള ഭരണാധികാരി നടത്തിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ നിമിത്തം അവിടെയുള്ള ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ, ഭക്ഷ്യ കേന്ദ്ര കലവറകൾ മുഴുവൻ അടച്ചിട്ടതിൻ്റെ ഫലമായിട്ട് 5.5 കോടി ജനങ്ങളാണ് പട്ടിണി നിമിത്തം മരിച്ചത്. 5.5 കോടി ജനങ്ങൾ. ലോകത്തിൻ്റെ ചരിത്രത്തിൽ അത്രയും ആളുകളെ കൊന്ന വേറൊരു ഭരണാധികാരി ഉണ്ടാവില്ല. അത് മാവോ സേതുങ് ആണ്. ആ സമയത്ത് അവിടെ സന്ദർശിച്ചൊരു നേതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 1959 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ ചൈന സന്ദർശിച്ച് ചൈനയുമായിട്ട് ചവൻലായിട്ടും മാവോ സേതുങ്ങുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു സമാധാന കരാറിൽ ഒപ്പിട്ടു. പക്ഷേ ഈ പറയുന്ന നെഹ്റുവിന്, ഞാൻ പലപ്പോഴും സോണിയാഗാന്ധിയൊക്കെ ഖൊമേനിയുടെ പ്രശ്നം പറഞ്ഞിട്ട് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ഇവർ ആദ്യം ചിന്തിക്കേണ്ടി ഇവരെ മുതുമുത്തച്ഛനെ കുറിച്ചൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന മനുഷ്യൻ ചൈനയിലേക്ക് പോയിട്ട് ചൈനയിൽ 5.5 കോടി സാധാരണ ആളുകൾ മരിച്ചു വരും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അറിഞ്ഞില്ല. അദ്ദേഹം അവിടെ പോയിട്ട് സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. ഇന്ത്യയിൽ അദ്ദേഹം പഞ്ചശീൽ മാർഗ് എന്ന് പറഞ്ഞിട്ട് പഞ്ചശീല തത്വങ്ങളുടെ പേരിൽ റോഡ് ആരംഭിച്ചു. അത് ഈ നമ്മുടെ പാർലമെന്റിനൊക്കെ അടുത്ത ഈ പറയുന്ന റോഡ് ഉദ്ഘാടനം ചെയ്ത് റോഡ് സ്ഥാപിച്ച ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റു ഒഴിച്ച് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി ഈ പറയുന്ന ചൈനക്കാര് മാവോ സേതുങ് ജനങ്ങളെ കൊലപ്പെടുത്തുന്ന ആളാണെന്നുള്ള വസ്തുത പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടുത്തെ അവസ്ഥ. പോളണ്ടിലെ അവസ്ഥയും വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പോളണ്ടിനെ കുറിച്ച് പറയരുതെന്നാണ് പറയുക. കാരണം പോളണ്ടിൽ കൊലപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ അത്രയാണ്. പോളണ്ടിൽ 3 പ്രാവശ്യമാണ് ജനാധിപത്യം തിരിച്ചു വന്നത്. അതിന് കാരണം ചൈനയുടെ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരം ചില ചെയ്തികളാണ്. അങ്ങനെ അവർ പോളണ്ടിൽ ചെയ്തിട്ട് ഹോളണ്ടിനെ സംബന്ധിച്ച് അതിനേക്കാൾ ഹംഗറിയെ കുറിച്ച് അതിനേക്കാൾ അപ്പുറത്താണ്. കാരണം ഹംഗേറിയൻ പ്രസിഡന്റിനെ ഇദ്ദേഹം ക്ഷണിച്ചിരുന്നു അവിടെ ഒരു സമാധാന ചർച്ചയ്ക്ക്. സ്റ്റാലിൻ 1949 എൻ്റെ ഓർമ്മ, 42-49 മറ്റാണ്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട്
സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. നേർക്ക് നേരിൽ ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്കകത്ത് സ്റ്റാലിന് അപ്രിയമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഹംഗേറിയൻ പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ കൈയോട് ഷൂട്ട് ചെയ്യുകയാണ്. ഞാൻ ഈ പുസ്തകത്തിന് എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ നിഷേധിക്കേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോക നേതാവിന് സ്വന്തം രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ള ആള് ഇപ്പൊ ഖൊമൈനിയെ ഇവിടെ ഇറാനിൽ വന്നിട്ടാണ് കൊലപ്പെടുത്തിയത്. മറിച്ച് സോവിയറ്റ് റഷ്യയിലേക്ക് ഹംഗേറിയൻ പ്രസിഡന്റിനെ വിളിച്ച് അവിടെ ചർച്ച നടത്തിയിട്ട് നേർക്കുനേർ ചർച്ചയ്ക്കകത്ത് കൊലപ്പെടുത്തിയിട്ടുള്ളതിന്റെ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണ്. അങ്ങനെ പാരമ്പര്യമുണ്ട്. അതിൽ മാത്രമല്ല, നമുക്കറിയാലോ ഇന്ത്യക്കാരനായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി 1966 അവിടെ പാകിസ്ഥാനും ഇന്ത്യയുടെ ചർച്ചയിൽ കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് അവിടെ പോയത്. ആ കരാർ കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ വന്നത്? കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് മരണമുണ്ടായി. എന്താ മരണകാരണം എന്നറിയാൻ പാടില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ്റെ പ്രശ്നമല്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രശ്നമല്ല, ഇവിടുത്തെ ബുദ്ധിജീവികൾക്ക് അത് പ്രശ്നമല്ല. കാരണം എല്ലാ ബുദ്ധിജീവികൾക്കും അതിനുശേഷം 1965 തുടങ്ങിയിട്ടുള്ള സോവിയറ്റിന്റെ ലാൻഡ് നെഹ്റു അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാവർക്കും. ഞാൻ പേരുകൾ ആരെയും പറയുന്നില്ല, എല്ലാ പേരുകളും ഞാൻ പുസ്തകത്തിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. ആരൊക്കെയാണോ സോവിയറ്റ് റഷ്യയെ, സ്റ്റാലിനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്താങ്ങിയിരിക്കുന്ന എഴുത്തുകാര്, ജീവിച്ചിരിക്കാത്ത NV കൃഷ്ണവാര്യരടക്കം എല്ലാ പ്രശസ്തരായിരിക്കുന്ന എഴുത്തുകാരും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ അവാർഡ് വാങ്ങിച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവർക്കൊക്കെ പരാതിന് ഇവർക്ക് കേസ് കൊടുക്കേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല. കാരണം ഇതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അങ്ങനെ രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമസ്ത മേഖലയിലും ഇത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമ്മളിപ്പോ ഈ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുന്നതിന് ഒപ്പം ചോദിക്കുകയാണ്. ഇപ്പൊ നേരത്തെ സ്റ്റാലിന്റെയും ലെനിന്റെയും കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ പി കൃഷ്ണപിള്ളയുടെ മരണം അത് കൊലപാതകമാണോ? പി കൃഷ്ണപിള്ളയുടെ മരണം അതുപോലെ കേരളത്തിൽ വലിയ ചർച്ച നടത്തേണ്ട വിഷയമാണ്. പി കൃഷ്ണപിള്ള മരിച്ചത് എങ്ങനെയാണെന്നുള്ള വലിയ ഞാനത് സംബന്ധിച്ച് 3 പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചത്. 3 പുസ്തകത്തിൽ 3 തരത്തിലാണ് കൃഷ്ണപിള്ള മരിച്ചത്. ഒരാൾ പറയുന്നത് കൃഷ്ണപിള്ള മുറിക്കകത്ത് മുറിയുടെ വാതിൽ ഏകദേശം 3/4 ഭാഗത്തോളം അടഞ്ഞു കിടന്നു, ഒരു 1/4 ഭാഗം തുറന്നു കിടന്നു, അതിൽ കൂടി പാമ്പ് അകത്ത് കിടന്നു. കൃഷ്ണപിള്ള കമന്ന് കിടന്നുകൊണ്ട് നാളത്തെ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കായിരുന്നു. ആ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലത് കൈത്തണ്ടയിൽ പാമ്പ് കുത്തി. പിന്നെ പാമ്പിനെ ആരും കണ്ടിട്ടില്ല. കൃഷ്ണപിള്ള അതിനുശേഷം പറഞ്ഞു, വിപ്ലവത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. അതൊന്ന്. രണ്ടാമത്തിന് മറ്റൊരു മഹാൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് SL സദാനന്ദനൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന രണ്ടാമത്തെ മഹാൻ എഴുതിയിരിക്കുന്ന പുസ്തകം പി കൃഷ്ണപിള്ള മുറിക്ക് പുറത്തായിരുന്നു. അദ്ദേഹം മലന്ന് കിടക്കുകയായിരുന്നു. അവിടെ പാമ്പ് വന്നിട്ട് അദ്ദേഹത്തെ കുത്തി, അദ്ദേഹം മരിച്ചു. അതാണ് രണ്ടാമത്തെ കഥ. മൂന്നാമത്തെ കഥ അതിനേക്കാളും വളരെ വിചിത്രമായുള്ള കഥയാണ്. അവിടെ നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹത്തിന് ചായയിൽ വിഷം കലക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് കയ്യിലിപ്പി ശരിയല്ല കൃഷ്ണപിള്ളയുടെ. എന്ന് മാത്രമല്ല, കൃഷ്ണപിള്ളയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആക്ഷേപം പറഞ്ഞുകൊണ്ട് 1948 ജനുവരി മാസം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 1948 ദേശാഭിമാനിയിലെ ലേഖനം എഴുതിയത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അതുകൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഹിസ്റ്റോറിയൻ മിനിയാന്ന് എനിക്ക് SMS അയച്ചു. ഞാൻ ഇന്റർവ്യൂ കണ്ടിരുന്നു. കൃഷ്ണപിള്ളയുടെ വധത്തില് കൃഷ്ണപിള്ളയെ കടിച്ച പാമ്പിന്റെ പേര് അത് EMS ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഈ തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മടിയില്ല. ഇപ്പൊ ഈ കൃഷ്ണപിള്ളയെ സംബന്ധിച്ച് ഒന്നുകൂടി പറഞ്ഞാലേ, കൃഷ്ണപിള്ളയോട് മുഹമ്മയിലെ ജനങ്ങൾക്ക് ഒരു കടുത്ത പക അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്, വലിയ ദേഷ്യം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണപിള്ളയുടെ സ്മാരകം അവിടെ ഉണ്ടാക്കിയിരുന്നു. ഈ സ്മാരകം തച്ച് തകർത്തതാരാ? BJP-കാരാണോ? അല്ലല്ലോ. RSSകാരല്ലല്ലോ. അവിടെയുള്ള കോൺഗ്രസ്സുകാരല്ലല്ലോ. തകർത്തതാരാണ്? കമ്മ്യൂണിസ്റ്റുകാരാണ്. മുഹമ്മക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് തകർത്തത്. VS അച്യുതാനന്ദനെ പ്രകീർത്തിക്കുന്നവരാണ് തകർത്തത്. അത് തകർക്കാനുള്ള കാരണം ഈ പറയുന്ന കൃഷ്ണപിള്ള ജീവിച്ചിരുന്ന കാലത്ത് ഈ പറയുന്ന നാട്ടുകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ജനദ്രോഹപരമായിരിക്കുന്ന നിരവധി കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ചാനൽ ചർച്ചയിൽ കടക്കുന്നില്ല. ആ ജനദ്രോഹപരമായിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അതല്ല എങ്കിൽ ഇവർ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തണമായിരുന്നു. എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയേണ്ട. അത് പാമ്പിന്റെ വിഷം കൊണ്ടാണോ മരിച്ചത്, ചായയിൽ വിഷം കൊണ്ടാണോ എന്നുള്ളവരും ഇവർക്ക് കൃത്യമായിട്ട് അതിനൊരു പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു മനസ്സിലാകുക. ചായയിൽ വിഷമുണ്ട് എന്ന് പറയുമ്പോൾ MV രാഘവൻ ഒരു സമ്മേളനത്തിൽ ചായ വേണ്ട, അതിൽ നിങ്ങൾ വിഷം കലർത്തിയിട്ടുണ്ടോ എന്ന് പിണറായി വിജയനോട് ചോദിക്കുന്ന ഒരു സന്ദർഭം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് ഇതേപോലെ തന്നെ ഒരു സംഭവമാണ്. കാരണം MV രാഘവൻ നേരിട്ട് ഞാനായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് പറഞ്ഞത് EMSനോട് അദ്ദേഹം ചോദിച്ചിരുന്നത് പോലെ
നമ്മൾ EMS ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ചായ എനിക്ക് വേണ്ട, നമ്മൾ എത്രയോ പേർക്ക് ചായ കൊടുത്താന്നാണ് പറഞ്ഞത്. ഈ പി കൃഷ്ണപിള്ളിക്ക് ചായ കൊടുത്താണെന്ന് എൻ്റെ സംശയമുള്ളത്. രാഘവൻ ഓർത്തത്. രാഘവൻ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് VS അച്യുതാനന്ദൻ കണ്ണൂർ ജില്ലാ പാർട്ടി കമ്മിറ്റി ഓഫീസിൽ യോഗം വിളിച്ചു. ആ യോഗത്തിൽ MV രാഘവനെ വിളിച്ചു. അവർ തന്നെ പിണറായി വിജയൻ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ചായ വന്നു. ആ ചായ എല്ലാവരും കുടിച്ചു. രാഘവൻ കുടിച്ചില്ല. പിണറായി വിജയൻ ആ സമയത്ത് ചായ ഗ്ലാസ് നേരെ രാഘവന്റെ നേർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ചായ തണുത്തു പോകും, കുടിക്കൂ എന്ന് പറഞ്ഞു. രാഘവൻ പറഞ്ഞു, ഈ ചായ എനിക്ക് വേണ്ട, ഈ ചായയിൽ നീ വിഷം കലക്കിയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ പറയാൻ, കലക്കിയിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്ന് MV രാഘവൻ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോട് ചോദിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് EN നന്ദകുമാറിന്റെ പുസ്തകത്തിൽ മാത്രമല്ല, ഞാൻ പുസ്തകം കൂട്ടിയുന്നത് കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന് പറയുന്ന പഴയ കാലത്ത് ദേശാഭിമാനിയുടെ പത്രാധിപനായിരുന്ന K ബാലകൃഷ്ണൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ വരെ ഈ പറയുന്ന പിണറായി വിജയന്റെ ചെയ്തിയെക്കുറിച്ച് പിണറായി വിജയൻ അങ്ങനെ കൊന്നുകളയുമോ എന്ന് ആശങ്കിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് രാഘവൻ അങ്ങനെ പറഞ്ഞത്. ജീവന് കൊതിയുണ്ട് രാഘവന്. അതിനുശേഷം നമുക്കറിയാലോ, രാഘവന്റെ ചരിത്രം തന്നെ മറ്റൊന്നുണ്ട്. രാഘവൻ എന്ത് വന്നാലും കൊല്ലാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു. അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചതിൻ്റെ പേരിലാണ് കൂത്തുപറമ്പില് ചെറുപ്പക്കാർ വിട്ടുകൊണ്ട് ആക്രമണം നടത്തി. അതിനകത്ത് 5 പേര് പിടഞ്ഞു വീണ് മരിച്ചു. 6ാമതൊരു കക്ഷിയുണ്ട്. ഇവർ സാധാരണ പാട്ടൊക്കെ പാടാറുണ്ട്, മറ്റേ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. ആ പുഷ്പന്റെ ചരിത്രം ഒന്ന് പഠിക്കും. പുഷ്പൻ എവിടെ ജോലി ചെയ്തതിനു മുമ്പ്? പുഷ്പൻ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളും വീട്ടിൽ വന്നിരുന്ന ആളല്ലേ. ഇവരെന്തിനാണ് പുഷ്പനെ വിളിച്ചു വരുത്തിയത്? പുഷ്പൻ എവിടെ നിന്നിരുന്ന സമരത്തിന്റെ ഏറ്റവും പുറകിൽ നിന്നിരുന്നത്? അവിടെ നിന്നാണല്ലോ വെടികൊണ്ടത്. അതിനുശേഷം പുഷ്പൻ ഇവർ ആരെയൊക്കെ കാണിച്ചിട്ടുണ്ട്? പുഷ്പനെ കാണിക്കാൻ പുഷ്പനെ ആരെങ്കിലും VIPs കാണാൻ വരുന്ന സമയത്ത് ഒരു പാട്ട് പാടുന്ന ഒരു പറ്റം കുട്ടികൾ അവിടെയുണ്ട്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? ഈ പാട്ട് പാടി അവസാനം വർഷങ്ങളോളം പുഷ്പനെ കിടന്ന കിടപ്പിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അത് രാഘവനെ കൊല്ലാൻ സാധിക്കാതെ, രാഘവൻ നേരിട്ട്, ഞാൻ രാഘവനോട് സംസാരിച്ചു, രാഘവൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊല്ലാനൊരു പരിശ്രമിച്ചതാണ്. പക്ഷെ രാഘവന്റെ മകന് പിന്നെ ഇതൊന്നും പ്രശ്നമല്ല കേട്ടോ. അദ്ദേഹത്തിന് ഈ അച്ഛൻ മരിച്ചാലെന്ത്, ഈ തമിഴിൽ ചൊല്ലുന്നുണ്ട്, തന്ത പോയാലെന്ത് തള്ള പോയാലെന്ത്, അവിടെ പണമാണ്, പണം താൻ ഉലകത്തിന് ജീവനാടി എന്ന് പറഞ്ഞ പോലെ അധികാരം താൻ ഇവിടെ ഉലകത്തിന് ജീവനാടി എന്ന് പറയുന്ന നികേഷ് കുമാർ എന്ന് ബാധകമല്ല എന്നുള്ളതാണ് മറുവശമുള്ളത്. അതുകൊണ്ടായിരിക്കാം നികേഷ് കുമാർ ഇപ്പോഴും അത് താങ്ങിക്കൊണ്ട് നടക്കുന്നത്. നികേഷ് കുമാറിനെ അവർ അംഗീകരിക്കുന്നില്ല. ഞാൻ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, നികേഷ് കുമാറിനെ അംഗീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരന് സാധ്യമല്ല. അതുകൊണ്ടാണ് വന്നൊരു വാർത്തയുണ്ട്, അദ്ദേഹം CPIMന്റെ എനിക്ക് തോന്നുന്നു മാധ്യമ ശൃംഖലയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അതിനെ എതിർക്കുന്നവർ ധാരാളമാണ്. ഒരുപാട് പേരുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടികളും അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളും സത്യസന്ധമല്ല എന്ന് മാർക്സിസ്റ്റുകാരായിരിക്കുന്ന ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വേറെ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സാധാരണ ആളുകൾ എല്ലാവരും ചാവേറുകളാണ്. ഞാൻ ഈ ചാവേറുകളെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു KG മാരാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, K ഗംഗാധര മാരാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു കടുത്ത വിശ്വാസി, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കടുത്ത അനുയായി ആയിട്ടുള്ള ആളുകളെ കൊല്ലുന്നതാണ് അദ്ദേഹത്തിന് ഹരം. പാർട്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ആദ്യം കൊല്ലാൻ തീരുമാനിച്ചത് 1962 PR കുറുപ്പിനെയാണ്. PR കുറുപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, പിൽക്കാലത്ത് നമ്മുടെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിപ്പെട്ട മോഹൻ ഉണ്ട്, മന്ത്രിയായിരുന്നു മോഹനൻ. ആ മോഹനന്റെ അച്ഛൻ PR കുറുപ്പ് പാനൂരിൽ MLA ആയിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് 1967 EMSന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായി. അങ്ങനെയുള്ള PR കുറുപ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുകയും ആ തീരുമാനിക്കുന്നതിന് ചുമതല ഈ പറയുന്ന KG മാരാരെന്ന് പറയുന്ന ഗംഗാധര മാരാരെ ഏൽപ്പിക്കുകയും ചെയ്തു. മാരാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധം വളരെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് വളരെ എപ്പോഴും ബോധം കുറവാണ്. അതുകൊണ്ട് മാരാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജിയുടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ വെച്ചിട്ട് ഇയാളെ കത്തിക്ക് വെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനം PR കുറുപ്പിന് ഒന്നും സംഭവിച്ചില്ല. മാരാര് 3 വർഷക്കാലത്തോളം ജയിലിൽ കിടന്നു എന്നുള്ളതാണ് ചരിത്രം നമ്പർ 1. രണ്ടാമതൊരു സംഭവം കൂടിയുണ്ട്. അത് 1967 അന്ന് കേരളത്തിന്റെ ഗവർണറായിട്ടുള്ള V വിശ്വനാഥനാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവർണർമാരെ കൊല്ലും. ഞാനതുകൊണ്ട് ഇടയ്ക്ക് പറഞ്ഞിരുന്നു, കേരളത്തിന്റെ ഗവർണർ അദ്ദേഹം കാണുന്ന പോലെ ഗോവയിലെ പോലെയല്ല കേരളം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ EMSനെ പോലെ ഒരാളാണ് മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അത്യന്തം അപകടത്തിലായതിന് ഒരുപാട് സാധ്യതയുണ്ട്. അങ്ങനെ EMS കൊലപ്പെടുത്താൻ തീരുമാനിച്ച ഒരാളാണ് V വിശ്വനാഥൻ എന്ന് പറയുന്ന അന്നത്തെ കേരള ഗവർണർ. 1967 അദ്ദേഹം ഇവിടെ തലശ്ശേരിയിൽ പോയി. ആ തലശ്ശേരിയിൽ വെച്ചിട്ട് അദ്ദേഹം സഞ്ചരിച്ച കാറിന്റെ നേർക്ക്
ഈ പറയുന്ന ഗംഗാധരമാരാര് ആസിഡ് ബൾബ് എറിഞ്ഞു, അതിനും കിട്ടി 3 കൊല്ലം ശിക്ഷ, അദ്ദേഹം 6 കൊല്ലത്തോളം ജയിലില്. മൂന്നാമത് അതുകൊണ്ടും തീർന്നില്ല, പിന്നെയും പറഞ്ഞു ഗംഗാധരമാരോട്, ഇനി നീ ശ്രമം നടത്ത്, അടുത്തൊരാളെ ശ്രമം നടത്ത്. അടുത്ത ആൾ പുള്ളി നടത്തിയത് തലശ്ശേരിയിലുള്ള അവിടെയുള്ള ബംഗ്ലാവിൽ വെച്ചിട്ട്, അവിടെയുള്ള സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് CH മുഹമ്മദ് കോയ 1971 കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയയെ കണ്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗുകാരും തമ്മിൽ നാദാപുരത്ത് സംഘർഷം ഉണ്ടാവുന്നുണ്ട്, അതിൽ കമ്മ്യൂണിസ്റ്റുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇനി അറസ്റ്റ് ചെയ്തെന്ന് ആവശ്യപ്പെട്ട് ബലമായിട്ട് സംസാരിക്കാൻ ചെയ്യുന്നുള്ള KG മാരാരെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, വീണ്ടും 3 വർഷത്തോളം ജയിലില്. അങ്ങനെ 9 വർഷം ജയിലിൽ കിടന്ന ആളുടെ പേരാണ് ഗംഗാധരമാരാർ എന്ന് പറയുന്ന KG മാരാര്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവാണ് CPIയുടെ മന്ത്രിയായിരുന്ന NE ബൽറാം. അങ്ങനെ വലിയൊരു പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാപകമായിട്ട് ചാവേറുകൾ ഉണ്ടാക്കും. പക്ഷേ ഈ കൊലപാതകങ്ങളുടെ കഥ കേൾക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ധീരജ് അല്ലെങ്കിൽ അഭിമന്യു രക്തസാക്ഷികളാണെന്ന് പറഞ്ഞ വലിയ രീതിയിൽ നമ്മൾ എന്താ പറയാ മുദ്രാവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കാണാറുണ്ട്. ഇവരുടെയൊക്കെ മരണത്തെ നമ്മൾ സംശയിക്കേണ്ടി വരില്ലേ? സംശയം ഉറപ്പാണ്. എനിക്ക് അഭിമന്യുവിന്റെ കൊലപാതകത്തിനകത്ത് ഒന്നുകൂടി അന്വേഷണം നടത്തുന്ന ആവശ്യക്കാരൻ ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. അഭിമന്യുവിനെ ആരാണ് ടെലിഫോൺ ചെയ്ത് വട്ടവടയിൽ നിന്ന് വരുത്തിയത്, മഹാരാജാസ് കോളേജിൽ കൊണ്ടുവന്ന ആരാണ്, രാത്രി 8:30 മണിക്ക് കൊണ്ടുവന്ന ആരാണ്, കൊലപ്പെടുത്തിയുള്ള പ്രതികൾ പോയത് എവിടേക്കാണ്, അവർ ആലപ്പുഴ ജില്ലയുടെ ഏത് ഭാഗത്താണ് പോയത്, അവർ അരൂക്കുറ്റി വഴിക്ക് അവർ യാത്ര ചെയ്തിരുന്നോ, അവിടുത്തെ MLA ആരാണ്, അവിടുത്തെ MP ആരാണ്, അവർക്ക് ഈ സംഭവത്തിനകത്ത് പങ്കില്ലേ, ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ജോസഫ് മാഷിന്റെ കൈ വെട്ടിക്കളഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ 1-ാം പ്രതി അവതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്ന് MA ബേബിയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഈ ബേബിയാണ് പറഞ്ഞത് രൂപത എന്ന് പറഞ്ഞാൽ രൂപ മേടിക്കുന്നവരും കൂടുതൽ പണം മേടിക്കുന്നവരാണ് അതിരൂപത എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചത്. ഇത് കേട്ടപ്പോൾ ജോസഫ് മാഷ് ധരിച്ചു ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് ധരിച്ചു. അതുകൊണ്ട് അദ്ദേഹം PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA, ഗുരുവായൂർ MLAയുടെ ഒരു പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന നോട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുകയും അതിലാണ് ഭ്രാന്തൻ പ്രയോഗം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ജോസഫ് മാഷ് വെറും ഒരു എര മാത്രമാണ്. പ്രധാന പ്രതി PT കുഞ്ഞുമുഹമ്മദും MA ബേബിയും ക്രൈസ്തവ സഭയും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ നഷ്ടപ്പെട്ടു പോയത് പാവപ്പെട്ട ജോസഫ് മാഷിനാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ, സാധാരണ പ്രവർത്തകര്, അവരേറെ പേര് നിരപരാധികളാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവരേറെ പേര് നാളെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതത്തിന് അവകാശമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ തരം പ്രവർത്തകന്മാരെ, അണികളെ കൊലയ്ക്ക് കൊടുക്കുന്ന പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്.